ഹലോ ഡിയേഴ്സ്, ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, വിഷുവിൻ്റെ അന്ന് ഒരു ഡേ ഔട്ടായിരുന്നു. മോള് ചെറിയൊരു മദ്രസേൻ്റെ കോൺവെക്കേഷൻ പ്രോഗ്രാം ഉണ്ടായി. അതിന് വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡും മോളും അതുപോലെ തന്നെ എൻ്റെ ഉമ്മയും കൂടിയിട്ട് നമ്മൾ പുലർച്ചെ ഒരു 4:15 ആകുമ്പോൾ ഇറങ്ങി. അപ്പം ഇതാണ് എൻ്റെ സ്ഥലം. നല്ല ഇരുട്ടായിരുന്നു. അതുമാത്രമല്ല വിഷു ആയതുകൊണ്ട് തന്നെ കുറേ വീടുകളിലും പടക്കം പൊട്ടിക്കൽ കാണില്ലേ, പിന്നെ ഫയർ വർക്ക്സ് അങ്ങനത്തെ കാണാൻ പറ്റി. അങ്ങനെ ഇത് സ്ഥലം വരുന്നത് നോളജ് സിറ്റിയിലാണ്. വാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ മദ്രസേൻ്റെ പ്ലാറ്റ്ഫോമിൽ കോൺവെക്കേഷൻ ആയിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും ഇതിൽ എടുത്തിട്ടില്ല. മോളെ വണ്ടിയിൽ നിന്ന് പൊരിച്ച പത്തിൽ കഴിക്കായിരുന്നു. കോഴിക്കോട്ടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം പൊരിച്ച പത്തിൽ. ഇതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മൾ അവിടെ 8 മണിക്ക് മുമ്പായിട്ട് എത്തി. അപ്പം കുറച്ച് ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ കുറച്ച് ഇങ്ങനത്തെ ഒരു എക്സിബിഷൻ പോലെ സെറ്റപ്പെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മകളെ മിസ്സുമാർ വന്ന് ഒരു ചെറിയ ഡാൻസ് പ്രോഗ്രാമിൽ അതിനെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി. ഇത് കാണുന്നില്ലേ, ഇതിന് മുമ്പ് ഞാൻ നോളജ് സിറ്റിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഉള്ളിലേക്കൊന്നും വന്നിട്ടില്ല. നല്ല അടിപൊളി ഹോളൊക്കെ ആയിരുന്നു അറേഞ്ച്മെൻറ്റ്. അപ്പം എല്ലാവരും വരുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ തന്നെ പ്രോഗ്രാം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഫുൾ ഏരിയ കവേർഡ് ആയിട്ടുണ്ടായി. നല്ലൊരു പ്രോഗ്രാമായിരുന്നു. മോൾ 1ാം ക്ലാസ്സിലായിരുന്നു. കറക്റ്റ് 9 മണിക്ക് തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ഇത് ഓൺലൈൻ മദ്രസ എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇത് മോളുടെ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാംസിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓൺലൈൻ വഴി പഠിച്ചതാണ്. മിസ്സുമാരുടെയും അതുപോലെ പാരൻസിൻ്റെയും കുട്ടികളുടെ എല്ലാം കോർഡിനേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റിയത്. അങ്ങനെ പ്രോഗ്രാമൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് മോളെ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മോളെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരുന്നു കോൺവെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് ഡിലേ ആയി, കാരണം കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ 2 മണിയൊക്കെ നമ്മൾ മോളും ഡയഡേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ 2 മണിക്ക് ഇറങ്ങി. അപ്പോൾ ഒന്ന് നോളജ് സിറ്റിയെല്ലാം ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു. പക്ഷെ നല്ല വെയിലായിരുന്നു. ഒടുക്കത്തില്ല. ആ വെയിലത്തന്നെ ഉമ്മാനെ 2 ബോട്ടൽ ഉമ്മാനെ പിടിച്ച് നിർത്തിച്ച് പെട്ടെന്നായിരുന്നു കാറിലേക്ക് മാറിയാണ് കാലാവസ്ഥയ്ക്ക് മാറി മഴ പെയ്തത്. എന്നാൽ പിന്നെ താമരശ്ശേരി ചുരത്തിലേക്ക് വന്നു. അടുത്തിപ്പോൾ എൻ്റെ മോളെ വരാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു കാലാവസ്ഥ. എന്താ തണുപ്പ്. ഉമ്മാനെ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തെടുത്തു. മോള് മങ്കിച്ചേട്ടന്മാരെ പേടിച്ചിട്ടാണെങ്കിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് മങ്കിച്ചേട്ടന്മാരും ചേട്ടത്തികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്തുള്ളൊരു ഗാർഡനിലൊക്കെ പോയി. ഉമ്മ അവിടെ നിന്ന് കുറച്ച് ചെടിയൊക്കെ നോക്കി വാങ്ങുകയൊക്കെ ചെയ്തു. ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡ് വണ്ടിയിൽ റെസ്റ്റ് ചെയ്യായിരുന്നു. പിന്നെ ചായയും ഫുഡൊക്കെ കഴിക്കുന്ന ഇതിൽ ഉൾപ്പെടുത്തിയില്ല. 9 തിരിച്ച് വീട്ടിലെത്തി.